ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞെട്ടിക്കുന്ന നീക്കത്തിലൂടെ ഋഷി മരിച്ചിട്ടില്ല എന്ന സത്യം അരുന്ധതിയുടെ നാവ് കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നുണ്ട് ദേവിക. തുടർന്ന് അരുന്ധതിക്ക് മുൻപിൽ ഒരു കണ്ടീഷൻ വയ്ക്കുന്നുണ്ട് ദേവിക. അതായത് ഋഷി ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്നും ഋഷിയെ വിട്ടുതരുന്നതിന് പകരമായിട്ട് മാഡത്തിൻ്റെ കസ്റ്റഡിയിലുള്ള നന്ദുവിനെ എനിക്ക് വിട്ടുതരണമെന്ന് പറയുമ്പോൾ, സത്യമായിട്ടും നന്ദൻ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല എന്നെല്ലാം അരുന്ധതി പറയുമ്പോൾ, മാഡത്തിന് അറിയില്ലെങ്കിൽ മാഡത്തിൻ്റെ ഫ്രണ്ട്സിന് അറിയാമായിരിക്കും, ഇസബെല്ലയും കെവിനും. ഏതായാലും നന്ദുവിനെ എനിക്ക് വിട്ടുതരുന്നത് വരെ ഋഷി എസ്തപ്പാൻ ചേട്ടൻ്റെ കസ്റ്റഡിയിൽ സേഫായിരിക്കും. ഇനി എന്ത് വേണമെന്ന് മാഡത്തിന് തന്നെ തീരുമാനിക്കാമെന്നും ദേവിക പറയുന്നു. പിന്നീട് ശാരിക കെവിനെ കാണാനായിട്ട് എത്തുന്നുണ്ട്. ഏതായാലും വീട്ടുകാർ ഇത്ര പെട്ടെന്ന് നമ്മുടെ വിവാഹത്തിന് സമ്മതിക്കുമെന്ന് കരുതിയില്ല എന്നെല്ലാം കെവിൻ പറയുമ്പോൾ, അതൊന്നുമല്ല എന്നും ഈ വിവാഹത്തിന് വേണ്ടിയിട്ട് വീട്ടുകാരെ സമ്മതിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വലിയൊരു യുദ്ധം തന്നെ തനിക്ക് നടത്തേണ്ടി വന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കെവിനെ പൊട്ടക്കളിപ്പിക്കുന്നുണ്ട് കേട്ടോ ശാരിക. ഏതായാലും ദേവികയും ശാരികയും കണക്ക് കൂട്ടിയതുപോലെ തന്നെ കാര്യങ്ങൾ വരുന്നു. രണ്ടും കൽപ്പിച്ച് ഇസബെല്ലയെ കാണാനായിട്ട് എത്തുന്നുണ്ട് അരുന്ധതി. തുടർന്ന് ഋഷിയെക്കുറിച്ചുള്ള നന്ദൻ എവിടെയാണെന്നാണ് എനിക്ക് അറിയേണ്ടത് എന്നെല്ലാം അരുന്ധതി ചോദിക്കുമ്പോൾ, അത് ചന്ദ്രോത്ത് പോയി അല്ലെങ്കിൽ ദേവിയുടെ അടുത്ത് പോയി ചോദിക്കാൻ പറയുന്നുണ്ട് ഇസബെല്ല. നിങ്ങൾക്കറിയാം നന്ദൻ എവിടെയുണ്ടെന്ന്, മര്യാദയ്ക്ക് പറയുന്നതാണ് നല്ലതെന്നെല്ലാം അരുന്ധതി പറഞ്ഞ് പൊട്ടിത്തെറിക്കുമ്പോൾ, ഞങ്ങൾക്കല്ല ഋഷിക്കാണ് നന്ദനോട് പക ഉണ്ടായിരുന്നത്, ഋഷി തന്നെയായിരിക്കും നന്ദനെ കടത്തിയത് എന്നെല്ലാം ഇസബെല്ല പറയുന്നു. ഇതേസമയം കെവിനും ആൻറ്റി നന്ദനും ഋഷിയും എവിടെയുണ്ടെന്ന് സത്യമായിട്ടും ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും സഹി കെട്ട് നിയന്ത്രണം വിടുന്ന അരുന്ധതി ഇസബെല്ലയുടെ കഴുത്തിൽ കുത്തിപ്പിടിക്കുന്നു. എന്നിട്ട്, നിനക്ക് രണ്ട് കാല് ഉറച്ചു നിൽക്കണമെങ്കിൽ പാപ്പനും ചാച്ചനൊക്കെ വേണം, പക്ഷേ എനിക്കത് വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് മതി, അതുകൊണ്ട് നന്ദൻ എവിടെയുണ്ടെന്ന് പറയുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇസബെല്ലയെ വിരട്ടുന്നുണ്ട്. ഏതായാലും നന്ദനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഋഷി നന്ദൻ്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നാടകം കളിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ചവരുടെ ബന്ധത്തിൽ ഇപ്പോൾ ഉലച്ചിൽ സംഭവിച്ചിരിക്കുകയാണ്. ഇത് തന്നെയാണ് ദേവികയും ശാരികയും ലക്ഷ്യമിട്ടത്. ഇനി ഋഷിയെ ദേവികയുടെ കയ്യിൽ നിന്നും വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് അരുന്ധതി നന്ദനെ എവിടെയുണ്ടെന്ന് കണ്ടെത്തും, ഏത് മാർഗവും അതിനു വേണ്ടിയിട്ട് പ്രയോഗിക്കും, അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടുമെന്നും ദേവിയേക്കും ശാരികയ്ക്കും നന്നായിട്ടറിയാം. അങ്ങനെ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറപ്പിക്കുക എന്നൊരു തന്ത്രമാണ് അവർ പ്രയോഗിച്ചിരിക്കുന്നത്. അരുന്ധതിയും ഋഷിയുമായിട്ടാണ് ഇങ്ങനെ ഒരു കളി തുടങ്ങി വെച്ചത്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല എട്ടിൻ്റെ പണി തന്നെയാണ് ദേവികയും ശാരികയും കൂടി കൊടുത്തിരിക്കുന്നത്. തുടർന്ന് 2 ദിവസം ഞാൻ നിങ്ങൾക്ക് സമയം അനുവദിച്ചിരിക്കുന്നു എന്നും അതിനുള്ളിൽ നന്ദനെ മുന്നിൽ നന്ദനെ എത്തിച്ചിരിക്കണം എന്നൊരു ഡെഡ് ലൈനും അരുന്ധതി ഇസബെല്ലയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഏതായാലും അരുന്ധതിയുടെ തനി നിറം കണ്ട് വല്ലാതെ പേടിക്കുന്നുണ്ട് കേട്ടോ ഇസബെല്ലയും കെവിനും. കാരണം എന്തും ചെയ്യാൻ മടിക്കാത്ത കൂട്ടത്തിലാണ് അരുന്ധതി എന്നുള്ള കാര്യം ഇസബെല്ലയ്ക്കും കെവിനും നന്നായിട്ട് അറിയാം. പിന്നീട് ഹരി സാറ് ചന്ദ്രോത്ത് എത്തുന്നുണ്ട്. അപ്പോൾ ദേവിക പറയുന്നത്, ഏതായാലും നന്ദു അരുന്ധതിയുടെ കസ്റ്റഡിയിലില്ല, അതെനിക്ക് ഉറപ്പാണ്. അല്ലെങ്കിൽ ഋഷി നമ്മുടെ കസ്റ്റഡിയിലുണ്ടെന്ന് മനസ്സിലായപ്പോൾ നന്ദനെ വിട്ടുതരാൻ അവരും തയ്യാറാകുമായിരുന്നു. ഇപ്പോൾ നന്ദനെ കണ്ടെത്തേണ്ടത് അവരുടെ കൂടി ആവശ്യമായി മാറിക്കഴിഞ്ഞു. അതിൻ്റെ പേരിൽ ത്രിമൂർത്തികൾക്കിടയിൽ പൊട്ടിത്തെറി തുടങ്ങിയിട്ടുണ്ട് എന്നും ദേവിക പറയുന്നു. നന്ദനെ തട്ടിക്കൊണ്ടുപോയത് ഇനി നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരാളാണെങ്കിലോ എന്നെല്ലാം ഹരിസാർ ഇങ്ങനെ സംശയം പറയുമ്പോൾ, നന്ദൻ ആരുടെ കസ്റ്റഡിയിലാണെന്നാണ് ഹരിസാർ പറഞ്ഞു വരുന്നതെന്ന് സിദ്ധു ചോദിക്കുമ്പോൾ, ഒരു ഊഹം പോലെ പറയുന്നതാണ്, ഒരു പക്ഷേ പരോളിൽ ജയിലിൽ നിന്നും ഇറങ്ങിയിരിക്കുന്ന പ്രകാശ് ആണെങ്കിലോ ഇതിന് പുറകിൽ. തന്നെ ആർക്കും സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണോ എല്ലായിടത്തും കയറി താൻ നിരപരാധിയാണെന്ന് അയാൾ പറയുന്നത്? അല്ല, എൻ്റെ ഒരു ഊഹം പറയുന്നതേയുള്ളൂ, ഇത് ശരിയായിക്കൊള്ളണമെന്നില്ല എന്നും ഹരിസാറ് പറയുന്നുണ്ട്. ഏതായാലും ഹരിസാറിൻ്റെ ഈ ഒരു വാക്കിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു സാധ്യത ദേവിയേക്കും സിദ്ധുവിനും തോന്നുന്നുണ്ട്. കാരണം അരുന്ധതിയെക്കുറിച്ച് അന്ന് ഹരിസാറ് പറഞ്ഞ സംശയങ്ങളെല്ലാം ഇപ്പോൾ സത്യമായിട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രകാശ് തന്നെയാണോ നന്ദൻ്റെ ഈ തിരോധാനത്തിന് പിന്നിൽ എന്നുള്ളൊരു സംശയം അവർക്കും ഉണ്ടാകുന്നുണ്ട്. തുടർന്ന് പ്രകാശിൻ്റെ നീക്കങ്ങൾ ആരും അറിയാതെ നിരീക്ഷിക്കണമെന്നും ഒരു സാധ്യതയും നമ്മൾ തള്ളിക്കളയാൻ പാടില്ല എന്നും ഹരിസാറ് ദേവികയോടായിട്ട് പ്രത്യേകം പറയുന്നുണ്ട്. പിന്നീട് നന്ദനാണെങ്കിൽ ഇതിനോടകം തന്നെ മനസ്സിലാവുന്നുണ്ട് പ്രകാശിൻ്റെ യഥാർത്ഥ ഉദ്ദേശം തന്നെ രക്ഷിക്കുക എന്നുള്ളതല്ല, മറ്റെന്തോ ആണെന്ന്. അത് നന്ദൻ പ്രകാശിൻ്റെ മുഖത്ത് നോക്കി പറയുകയും ചെയ്യുന്നുണ്ട്. ദിവസം കഴിയുന്തോറും എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ എന്നെ ട്രാപ്പ് ചെയ്യണമെന്ന് എന്നെല്ലാം പറയുമ്പോൾ, എടാ നന്ദ, നീ ഇപ്പോൾ ഏകാന്ത തടവിലാണ്, നിൻ്റെ ഈ ബോറടി ഒക്കെ ഒന്ന് അവസാനിപ്പിക്കാനായിട്ട് ഞാൻ വേറൊരു തടവുകാരനെ നിനക്ക് വേണമെങ്കിൽ കമ്പനി തരാം, നിൻ്റെ ഭാര്യ ദേവികയെ തന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം എന്നെല്ലാം പ്രകാശ് പറയുന്നത് കേട്ട് നന്ദനാണെങ്കിൽ നിയന്ത്രണം വിട്ട് പ്രകാശിനെ അറ്റാക്ക് ചെയ്യുന്നു.
പിന്നീട് ഋഷിയാണെങ്കിൽ ഗുണ്ടകളുടെ കണ്ണ് വെട്ടിച്ച് ഫോൺ കൈക്കലാക്കി അരുന്ധതിയെ വിളിക്കാനായിട്ട് ഒരു ശ്രമം നടത്തുന്നു. ഇതേ സമയം ഇത് കണ്ടുകൊണ്ട് വരുന്ന പ്രകാശ് ഋഷിയുടെ തലയ്ക്ക് പുറകിൽ അടിക്കുന്നുണ്ട്. ഋഷിയാണെങ്കിൽ ബോധം കെട്ട് അവിടെ വീഴുന്നു. ഏതായാലും അരുന്ധതിക്ക് മനസ്സിലാവുന്നുണ്ട് ഋഷിയാണ് തന്നെ വിളിച്ചത് എന്നും എന്തോ പറയാൻ ശ്രമിക്കുകയാണ്. ഋഷി ഏതോ ഒരു വലിയ ആപത്തിലാണെന്നെല്ലാം ഇതിനോടകം തന്നെ മനസ്സിലാവുന്നുണ്ട്. ദേവികയുടെ ഗുണ്ടയായ ഇസ്തപ്പാൻ്റെ കസ്റ്റഡിയിലാണ് ഋഷി എന്ന് വിശ്വസിച്ചിരിക്കുന്ന അരുന്ധതി ഇനി ഋഷിയെ കസ്റ്റഡിയിൽ വെച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ദേവികയുമായിട്ട് വഴക്കുണ്ടാക്കും എന്ന കാര്യം ഉറപ്പാണ്. മാത്രമല്ല ഇനി പ്രകാശിൻ്റെ കൈകൊണ്ട് ഋഷിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതും ദേവികയുടെ തലയിലാവും. ഏതായാലും പ്രകാശിൻ്റെ മേൽ ഹരിസാറിന് ഒരു സംശയം തോന്നിയിരിക്കുന്ന സ്ഥിതിക്ക് ഇനി പ്രകാശിനെ ചുറ്റിപ്പറ്റി അന്വേഷണങ്ങൾ ഉണ്ടാകും. തുടർന്ന് അരുന്ധതി ഋഷി തന്നെ വിളിക്കാൻ ശ്രമിച്ച ആ ഫോൺ നമ്പർ ദേവികയെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും സൈബർ സെല്ലിൻ്റെ സഹായത്തോടുകൂടി ഋഷി എവിടെയുണ്ടെന്ന് കണ്ടെത്താനായിട്ട് ദേവികയ്ക്ക് കഴിയും എന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രമല്ല ഋഷിയെയും നന്ദിനെയും തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് പ്രകാശ് തന്നെയാണ് എന്നുള്ള കാര്യങ്ങളും ഉടനെ തന്നെ വെളിപ്പെടാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാൻ വരാൻ പോകുന്ന ത്രില്ലിംഗ് എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്